കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയാമിയാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുന്നു. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഈ ദൈവം ഉന്നതനായ ദൈവമാണ്, ഉയർന്നിരിക്കുന്ന ദൈവമാണ്, വാക്കിൽ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടിലല്ലോ. പല സിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും മുട്ടുവരുത്താം. ദൈവം നടത്തും. പ്രതികൂലങ്ങളെ ജയിക്കുന്ന ഒരുവന് മാത്രമേ മുൻപോട്ട് ധൈര്യത്തോടെ പോകാൻ കഴിയത്തുള്ളൂ. ജയിച്ച് വരണമെങ്കിൽ നമ്മുടെ അകത്ത് ധൈര്യമുണ്ടാവണം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നമ്മൾ പ്രാപിച്ചത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചതെങ്കിൽ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തിയല്ല തയ്യാർ. ഏത് സമയത്തും ഓടി വന്ന് അഭയം പ്രാപിക്കാൻ. തിരുവെഴുത്ത് പറയുന്നത് പോലെ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. യഹോവയുടെ നാമത്തിൻ്റെ ശക്തി, യഹോവയുടെ നാമം ബലമുള്ള നാമമാണ്, ബലമുള്ള ഗോപുരമാണ്. എല്ലാ മുട്ടും മടങ്ങുന്ന നാമമാണ് നമ്മുടെ കർത്താവിൻ്റെ നാമം. മുടന്തർമാനിനെ പോലെ കുതിക്കുന്ന, ചെകിടറ ചെവി തുറക്കുന്ന, ഊമർ സംസാരിക്കുന്ന, കുരുടർ കാണുന്ന ശ്രേഷ്ഠ നാമമാണ് എൻ്റെ കർത്താവിൻ്റെ നാമം. ആ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഒന്ന് വ്യാപരിച്ചാൽ അസാധ്യങ്ങൾ സാധ്യമാകും. പ്രിയരെ, ആ പ്രസൻസ് ഒന്ന് അനുഭവിക്കാൻ തയ്യാറാവണം. അല്ലേ? പൗലോസൊക്കെ അത് അനുഭവിച്ചില്ലേ? ബലഹീനായപ്പോൾ കർത്താവ് പറഞ്ഞില്ലയോ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ആ ശക്തി ഏറ്റെടുത്തപ്പോൾ തൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികൾ, ശരീരം വളരെ വേദന, അതിൻ്റെ ആഴം, ഒത്തിരി വർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം. പക്ഷേ ഈ ശക്തി വന്നപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യുക. ഇന്ന് പകലും ആ ശക്തി നമ്മുടെ അകത്തൊന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. താഴ്ച വന്നാലും ഉയർച്ച വന്നാലും പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയുന്ന ഒരു അനോയിന്റിങ് ഇന്ന് പകൽ നമ്മുടെ അകത്ത് വ്യാപരിക്കണം. ഇതാണ് ദൈവസാന്നിധ്യം. ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും 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 മതിയാകുന്ന ഒരു അനോയിന്റിങ് ഇന്ന് പകൽ നമ്മൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാവണം. ജയിച്ച ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് പറഞ്ഞില്ലേ, ഞാൻ ജയിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെന്തിനാ പരാജയപ്പെടുന്നത്? താക്കോൽ നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ തുറക്കാനും അടയ്ക്കാനും അധികാരമുള്ള ഒരുവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശക്തിയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ആരംഭവും അവസാനവും അറിയുന്ന ആദ്യനും അന്ത്യനുമായവനെയാ നമ്മൾ സേവിക്കുന്നത്. ധൈര്യപ്പെടുക. അനേകയിടത്ത് ആവർത്തിച്ച് ധൈര്യപ്പെടുക, ഉറച്ചു നിൽക്കുക.
ഹോബിയിൽ പ്രത്യാശയുള്ള ഏവരുമേ, പ്രത്യാശ ഉണ്ടെങ്കിലേ ധൈര്യം വരുള്ളൂ. ലോകമനുസരിച്ച് ധൈര്യമില്ല. പല പ്രശ്നങ്ങളും അവൻ ജീവൻ ഒടുക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, ഷോർട്ടേജ് ഇല്ലാഞ്ഞിട്ടല്ല, വേദന ഇല്ലാഞ്ഞിട്ടല്ല, യഹോവയിങ്കൽ പ്രത്യാശയുള്ളത് കൊണ്ട് നമ്മൾ ധൈര്യപ്പെടും. നമ്മുടെ ഹൃദയം ഉറയ്ക്കും. അത് യഹോവയിങ്കൽ പ്രത്യാശ. ഇന്ന് പകലിലും യഹോവയിങ്കലെ പ്രത്യാശ നമ്മളെ മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു. വളരെ സുപരിതമായ ഒരു വാക്യം, നീതിമാരുടെ പുസ്തകം 6-34 അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബീയസ്രിയെ തൻ്റെ അടുക്കൽ വിളിച്ച് കൂട്ടി. അപ്പോൾ യഹോവയുടെ ആത്മാവ് എപ്പോഴാണെന്നറിയാമോ? മിദ്യാന്യരും അമാല്യക്കരും കിഴക്കേ ദേശക്കാരെല്ലാവരും ഒരുമിച്ചുകൂടി ഇക്കരെ കടന്ന ഇസ്രയേൽ താഴ്വരയിൽ പാളയമിറങ്ങി. പാളയമിറങ്ങി എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. 7:12 മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരിക്കുക, ടെൻ്റടിച്ചിരിക്കുക. അത്ര ബാഹുല്യമുണ്ട്, അത്ര ശക്തിയുണ്ട്, മനുഷ്യന്മാർക്ക് കരുത്തുണ്ട്. ഇപ്പുറത്തുള്ളവർക്ക് അംഗബലം കുറവാണ്, നമുക്കറിയാം. പക്ഷെ അവിടെ മാനുഷിക ശക്തി കൊണ്ടല്ല ജയിക്കുന്നത്, ജയത്തിന് കുതിര വ്യർത്ഥമാക്കുന്നു. തൻ്റെ ബലാധിക്യം കൊണ്ടത് വിടുവിക്കത്തിരിക്കുമ്പോൾ സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടെ ആത്മാവിനാൽ അത്രയെന്ന് പറയുന്നത് പോലെ പ്രിയ സഹോദരങ്ങളെ, അസംഖ്യമായി പരന്നു കിടക്കുന്ന, പാളയമിറങ്ങി നിൽക്കുന്ന, ഓവർകം ചെയ്യാൻ നിൽക്കുന്ന ശക്തമായ വെല്ലുവിളികളെ കണ്ട് ഭയപ്പെടരുത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വരും. കാരണം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഗിദെയോനെ, നീ ഈ ബലത്തോടെ മൂവ് ചെയ്യണം, പോകണം. നീ ചോദിച്ചില്ലേ എന്നെ കൊണ്ടിത് പറ്റുമോ? ഞങ്ങളുടെ കുലം ഏറ്റവും ചെറുതാണ്. മിദ്യാന്യരെ ഒറ്റ മനുഷ്യനെ പോലെ നീ ഒതുക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ മേൽ ഉണ്ടെങ്കിൽ, റൈറ്റ് ടൈമിൽ നിനക്കെതിരെ പാളയമിറങ്ങിയിരിക്കുന്ന ശക്തികളെ ജയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമെതിരെ പാളയമിറങ്ങി നിൽക്കുന്ന ശക്തികളെ കണ്ട, വെല്ലുവിളികളെ കണ്ട, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളെ കണ്ട, നിങ്ങൾ ഭയപ്പെടരുത്, പിന്നോട്ട് പോകരുത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട്. ഈ അത്യന്ത ശക്തി നിങ്ങളുടെ അകത്തുണ്ട്. അത് ഇന്ന് പകൽ ജ്വലിപ്പിക്കണം. നിങ്ങളുടെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങും. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ശക്തരാകും. ആത്മാവിൽ നിങ്ങൾ നിറയും. നിറഞ്ഞിട്ട് ഈ ശക്തിക്ക് നേരെ പാഞ്ഞു ചെല്ലും. ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തന്നെ 14-ാം അധ്യായം. അങ്ങനെ ശിംശോനും 5-ാം വാക്യം, അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. നോർമൽ സിംഹമല്ല, ബാലസിംഹം. ശക്തിയുള്ളത്, കരുത്തുള്ളത്, ചാടി വീഴാൻ ഉന്നം തെറ്റാത്തത്, അതാ വീണത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് ശിംശോൻ്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവനതിനെ ഒരു ആട്ടിൻകുട്ടിയെ കീറുന്നത് പോലെ കീറിക്കും. അപ്പോൾ എപ്പോൾ ചാടി വീണ തിമ്നയിലേക്ക് പോകുമ്പോൾ, അവകാശ ഭൂമിയിലേക്ക് പോകുമ്പോൾ, നിന്റെ അവകാശത്തിലേക്ക് നീ നടന്നെടുക്കുമ്പോൾ, നിന്റെ മേൽ ചാടി വീണ് വാഗ്ദത്തങ്ങളിൽ എത്തിക്കത്തില്ല, പ്രവേശിപ്പിക്കത്തില്ല എന്ന് വാദിക്കുന്ന സമയത്ത് യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വരും.
അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നീ നിറയും. എന്നുവെച്ചാൽ പേപ്പർ വലിച്ചു കീറുന്നത് പോലെ ചിലതിനെ വലിച്ചു കീറാൻ, ചവിട്ടി മെതിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗം നൽകുക. അപ്പോൾ യഹോവയുടെ ആത്മാവ് അപ്പോൾ ദൂത് മറന്നു പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ. നമുക്കറിയാം, ദാവീദിൻ്റെ കൂട്ടത്തിൽ നിന്ന്, തൻ്റെ ഏട്ടിൻ കൂട്ടത്തിൽ നിന്ന് ആടിനെ കരടിയും സിംഹവും പിടിച്ചോണ്ട് പോയി. ദാവീദ് അതിൻ്റെ പുറകിന് പോയി, പോട്ടെന്ന് വെച്ചില്ല. ആടിനെ വിടുവിച്ചെടുത്തപ്പോൾ സിംഹം ചാടി വീണില്ലേ? യഹോവയുടെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നില്ലേ? നിന്നെ കീറാൻ വരുന്നതിനെ കീറുന്ന ഒരനോയിൻറ്റിങ് ഇന്ന് പകൽ പ്രാപിച്ചോ. അതകത്തുണ്ട്. വീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല തുടക്കത്തിൽ പറയുന്നത്, ശക്തിയുടെയും സുബോധത്തിൻ്റെ ആത്മാവിനെയാണ്. കൃപയിലൊന്ന് ശക്തിപ്പെട്ടോ, സടകൂടം എഴുന്നേറ്റോ, അപ്പോൾ യഹോവയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. നിനക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്നോ, നീ തീരുമെന്നോ, ഇവിടെ കൊണ്ട് അസ്തമിക്കുമെന്നോ, ബലം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ, നിനക്കെതിരെ ശക്തികൾ പാഞ്ഞെടുക്കുമ്പോൾ തളർന്നു പോകരുതോ. അവരുടെ ആത്മാവിനാൽ അതിനെ ജയിക്കാൻ, പരിശുദ്ധാത്മ ശക്തിയാൽ മുൻപോട്ട് പോകാൻ, സകലത്തെയും ജയിക്കുന്ന ഒരു അധികാരം ഇന്ന് പകൽ വ്യാപരി. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ജനം വിടുവിക്കപ്പെട്ട ആത്മാവ് ശക്തരാകട്ടെ. അപ്പോൾ യഹോവയുടെ ആത്മാവ് പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ യഹോവയുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ അകത്ത് വ്യാപരിച്ച് സകലത്തെയും ചവിട്ടി മതിക്കാൻ, കീറിക്കളയാൻ, ജയം പ്രാപിക്കാൻ, ഞങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങളെ ഇടയാക്കുന്ന ഇത് സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം. ഇതുപോലെ യഹോവയുടെ ആത്മാവിനാൽ ചിലത് ഞങ്ങൾ ഓപ്പണാക്കുന്നു, യഹോവയുടെ ആത്മാവിനാൽ ചിലത് തിരിച്ചു വരുന്നു, യഹോവയുടെ ആത്മാവിനാൽ ഞങ്ങൾക്കെതിരെയുള്ള രേഖകൾ തിരുത്തപ്പെടുന്നു, യഹോവയുടെ ആത്മാവിനാൽ ഞങ്ങൾ ജയത്തോടെ മുൻപോട്ട് പോകുന്നു, യഹോവയുടെ ആത്മാവിനാൽ കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നു, യഹോവയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ മൂവ് ചെയ്യുന്നു. സകല മഹത്വമങ്ങിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. പ്രാവുന്ന പോലെ ഹോളി സ്പിരിറ്റ് യേശുവിൻ്റെ മേൽ വന്നു. യോർദാനിൽ ഇറങ്ങിയ ദൈവത്തിന് പ്രസാദമായത് ചെയ്ത ഇവനെൻ്റെ പ്രിയപുത്രനെ കേൾപ്പിച്ചതുപോലെ ഇന്ന് നമുക്ക് ആത്മാവിൽ മൂവ് ചെയ്യാം. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തേശ്വൻ നിങ്ങളുടെ സഹോദരൻ പസ്ബിജോനായിട്ട്.